കൊല്ലങ്കോട്ടു തൂക്കം നേർന്ന് കുഞ്ഞാറ്റം കിളി കോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ആയിരം കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനും ഞാനും കൊണ്ടുവാ പൈങ്കിളി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം വൈകുന്നേരം 7:30 ആയി കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഉച്ചയ്ക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഇപ്പോൾ 7:30 ആയതുകൊണ്ട് ഇവിടെ ഇപ്പം ചെറുതായിട്ടൊന്ന് ഇരുട്ടി തുടങ്ങി കേട്ടോ. പിന്നെ സമ്മർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട്. പെട്ടെന്ന് രാത്രിയൊന്നും ആകത്തില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ചായക്കല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ രാത്രിക്ക് ഒരു വെറൈറ്റി വേണമെന്ന് തോന്നി കേട്ടോ. കാരണം എല്ലാ ദിവസവും ചോറൊക്കെ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആട്ടയുടെ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതെല്ലാ വീടുകളിലും വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ എന്നാ പറയണ്ടേ, പിന്നെ എല്ലാ ദിവസവും ചോറുണ്ണുമ്പോഴത്തേക്കും ഒരു സുഖമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ആട്ട ഞാൻ എല്ലാം കൂടെ കലക്കി ഞാൻ വെച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുണ്ടാക്കി ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാകും. ഇതിപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. പിള്ളേർക്കാണേലും രാത്രിയിൽ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഇറച്ചി അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് പിള്ളേർ കഴിക്കും കേട്ടോ. പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് എപ്പോഴും ഞാൻ കാണിക്കുന്ന ഒരു ഫ്ലവറാണ് ഈ കാണിക്കുന്ന സംഭവം. പക്ഷേ ഇത് ഏകദേശം ഒരു വർഷമായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ പൂക്കളുകളൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ. ഇപ്പോൾ സമ്മറിൽ ഇത് ഈ വീട് മേടിച്ചപ്പോഴത്തേക്കും അടുത്ത മാസം ഒരു വർഷമാകും കേട്ടോ, ദൈവം അനുഗ്രഹിച്ച്. അപ്പം അന്ന് മേടിച്ച് ഈ പൂവാണ് കേട്ടോ. നോക്കിയാൽ ഒരു വർഷമായി. ഒരു വർഷം ഈ പൂവ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് മാറ്റേണ്ട സമയമായെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇതിപ്പോൾ ഒരു വർഷമായില്ല. പക്ഷേ അതിൻ്റെ ഇലകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, ഇലയൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പൂക്കൾ കറക്റ്റ് ഒരു വർഷമായി കേട്ടോ. ഒരു വർഷം ആകുന്നു. അപ്പം ഇതിപ്പം ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റേണ്ട സമയമായി. അപ്പോൾ ഈ ഇടയ്ക്ക് 1-2 പേരെന്നോട് ചോദിച്ചു, യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങിയോ എന്ന്. അപ്പം ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇത് ചാനൽ തുടങ്ങിയത്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയ ചാനലാണ്. പിന്നെ ഇതിനകത്തുനിന്ന് വല്ലതും കിട്ടിയാൽ, എല്ലാവരും പറയുന്ന പോലെ കിട്ടിയാൽ പൊളിക്കുമെന്ന് ചോദിക്കുകയല്ലേ, അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് എന്നാ പറയുക, അതിപ്പം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും. അത്രയൊക്കെ ഉള്ളൂ. അത്രയും ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ. പിന്നെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ മെയിൻ ജോബ് ഇതല്ല. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് പിന്നെ എന്നാ പറയണ്ടേ, സന്തോഷത്തോടെ പോകുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തിന് തുടങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും പിന്നെ എൻ്റെ വ്യൂസിൻ്റെയൊക്കെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഞാൻ വലിയ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളോ അല്ലെങ്കിൽ അത്രയ്ക്കും വ്യൂസ് ഉള്ള ഒരാളോ ഒന്നുമല്ല. ഞാനൊരു വെറും സാധാരണക്കാരി. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വലിയ ആക്റ്റീവൊന്നും അല്ലല്ലോ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചവരോട് ഞാൻ പറയാണ്, ഇതിൻ്റെ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പിന്നെ എനിക്ക് അത് എന്താ പറയണ്ടേ, ഞാനൊരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയ ചാനൽ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ പിള്ളേർ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ പഠിക്കാനിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഈ ആട്ടദോശ ഉണ്ടാക്കുന്നു. അവർക്ക് ആട്ടയുടെ ദോശ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ദോശയ്ക്ക്, ഇന്നത്തെ ദോശ എന്താ പറയണ്ടേ, ഒരു ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ആയി വരുന്നുണ്ട്. ഇടയ്ക്കൊരു ഷേപ്പ് കുറവൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ, ഞാനിവിടെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പിന്നെ ഞാൻ കട്ടി കുറച്ചാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോഴും വലിയ
എന്താ പറയണ്ട, മാറോട് പോലെ തോന്നത്തില്ലല്ലോ. കട്ടി കുറച്ച് ആക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും പിന്നെ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനും ഒരു രസമാണ്, അല്ലെങ്കിൽ ഒരു ടേസ്റ്റാണ്. കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി കോതാമൂരി പാട്ടും പാടി വായു ഈ വഴി, ആയിരം കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനു കൊണ്ടുവാ പൈങ്കിളി. കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന് കുഞ്ഞാറ്റം കിളി കോതാമൂരി പാട്ടും പാടി വായു ഈ വഴി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താണ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, താങ്ക് യു.